ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പേ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് മറക്കല്ലേ. ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണാം കേട്ടോ വീഡിയോ. അപ്പോൾ നമുക്കതൊരു നല്ല സന്തോഷം തരും. എല്ലായിടത്തും മഴയും ഇതൊക്കെ ആയതുകൊണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും സേഫായിട്ടിരിക്കുക. അപകടമൊക്കെ ഉണ്ടാവും എന്ന് തോന്നലുണ്ടെങ്കിലും എന്താ പറയുക, എല്ലാവരെയും അറിയിക്കാനും എന്താ പറയുക, സേഫായിട്ടിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇത് എൻ്റെ കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ രാവിലെ അവൽ നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവലും പഴവും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്കലത്തേന് കഴിക്കാൻ ചോറും സാമ്പാറും മുട്ടയും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്ന്. ഒന്നാമത്തെ കാര്യം, ഗ്യാസ് തീർന്നിരിക്കുക. ഗ്യാസിലൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല. ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലോട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അതിൽ ചോറ് വെക്കാം സ്റ്റീൽ പാത്രം വെച്ചിട്ട്. പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം വെച്ച സാമ്പാർ ഇരിപ്പുണ്ട്. അത് ചൂടാക്കി എടുക്കാം. പിന്നെ അതിലോട്ട് എന്താ പറയുക, ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് മുട്ടയും കൂടെ പൊരിച്ചെടുക്കുകയോ കിണ്ടിയെടുക്കുകയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് വോയിസ് ഓവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം വേറൊന്നുമല്ല, ഞാനിത് ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ അല്ലായിരുന്നു കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തു എന്നുള്ളൊരു ഓർമ്മയിൽ വോയിസ് ഓവർ കൊടുത്ത് തുടങ്ങി. അപ്പോഴാണ് ഇടയ്ക്ക് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞത്. രാത്രിയിൽ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നേ. പകൽ മഴയൊന്നുമില്ല, ചെറിയ വെയിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് നമ്മുടെ ഇപ്പുറത്തോട്ട് മതിൽ വഴി ഈ പടർന്നു വരുന്ന വള്ളികളുണ്ടല്ലോ, ചെടികൾ, അതിങ്ങനെ പടർന്ന് നമ്മുടെ ഇപ്പുറത്തോട്ട് വരും. അപ്പോൾ അതിൻ്റെ തലയൊക്കെ പിടിച്ച് അപ്പുറത്തോട്ട് എറിഞ്ഞാലേ ശരിയാവും. അങ്ങനെ ചോറ് ഞാൻ തിളച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിലോട്ട് മുട്ട ചിക്കാനായിട്ട് വെച്ചു കേട്ടോ, ഈ ഒരു ചീനച്ചട്ടിയിലോട്ട്. അപ്പം മുട്ട പൊരിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ തിരിച്ചിടാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല. പിന്നെ ഞാൻ ആ മുട്ട അങ്ങ് ചിക്കിയെടുത്തു. നമ്മളിങ്ങനെ ഇളക്കി തോരൻ പോലെ എടുക്കുമല്ലോ. സവാളയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ സാമ്പാറുള്ളത് ചൂടാക്കാനും എടുക്കുവാണ് കേട്ടോ. സാമ്പാർ കഷ്ണങ്ങളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. നീലൂസിന് കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ക്യാരറ്റാണ് ഏറ്റവും കൂടുതൽ ഞാൻ എടുക്കുന്നത്. ക്യാരറ്റും ചോറും കൂടി ആകുമ്പോൾ അവൻ നന്നായിട്ട് കഴിച്ചോളും. പിന്നെ സാമ്പാർ പിന്നെ ഞാൻ അത്ര എരിയിലൊന്നും അല്ല വെച്ചേക്കുന്നത്. അവനും കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ എരി കുറച്ചാട്ടോ എടുക്കുന്നത്. ഈവൻ മീൻകറി പോലും എല്ലാം എരി കുറച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ അതെല്ലാം ചൂടാക്കിയിട്ട് ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവച്ചു. രാവിലെ കഴിക്കാനായിട്ട് ഇനി പുട്ടൊക്കെ എടുക്കണം എന്നുള്ള തീരുമാനത്തിലാട്ടോ. അങ്ങനെ ചോറും കൂടി അങ്ങ് ഊറ്റി വെച്ചു. ഈ ഒരു കലത്തിലാണ് കേട്ടോ ചോറ് വെച്ചത്. അപ്പോൾ നമുക്ക് ഉച്ചക്കലത്തേന് ഇത് മതി. പിന്നെ കുറച്ച് ചീനിയൊക്കെ ഇരിപ്പുണ്ട് ഇന്നലത്തെ. അപ്പോൾ രാവിലെ ആ ചീനിയും ചിക്കൻ കറിയും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാനും ചേട്ടായും. നീലൂസിന് ഒരു ഇച്ചിരി പുട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചോറും അങ്ങോട്ട് വെച്ച് വൈകിട്ടായപ്പോൾ ഞാൻ തുണി നനയ്ക്കാനായിട്ട് ഇറങ്ങി. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം ഈ ദിവസവും തുണി നനയ്ക്കുന്നത്. 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ടൊക്കെ കഴുകുന്നതിനോട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നും ഇങ്ങനെ നനയ്ക്കാനായിട്ട് എനിക്കങ്ങോട്ട് താല്പര്യമില്ല. ചിലപ്പോൾ മടി പിടിച്ച് ഞാനങ്ങിരിക്കും. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ, ഇപ്പം എല്ലാ ദിവസവും കഴുകിയില്ല എന്നുണ്ടെങ്കിൽ കഴുകാമെന്ന് വിചാരിച്ചിരിക്കുന്ന ദിവസം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴികയൊക്കെ വരുവാണെങ്കിൽ അന്ന് കഴുകാൻ പറ്റത്തില്ല. പിന്നെ കുറേ ദിവസത്തേന് തുണി കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഇത്രയും തുണികളിങ്ങനെ കുന്നുകൂടി കിടക്കുന്നത്. കുറേ ദിവസമായിട്ട് തുണി നനയ്ക്കുന്നില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് 2 ദിവസം മുന്നേ ഞാൻ കുറച്ച് തുണിയെടുത്ത് നനച്ചായിരുന്നു. പിറ്റേ ദിവസം കുറച്ചും കൂടി എടുത്ത് നനയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതും നടന്നില്ല. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ തുണി നനച്ച് കഴിഞ്ഞാൽ, എല്ലാം കൂടെ നനച്ച് കഴിഞ്ഞാൽ വിരിക്കാനായിട്ടുള്ള സ്ഥലമില്ല. ഞാൻ ഇരിക്കുന്ന അത്രയും സ്പേസാണ് നമുക്ക് തുണി നനച്ചിടാനായിട്ടുള്ളൊരു സ്പേസ് ഉള്ളത്. നല്ല വെയിലൊക്കെ കിട്ടും, അത് ശരി തന്നെ. പക്ഷേ വിരിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല നമ്മുടെ 3 പേരുടെയും തുണികൾ. അപ്പം അതിന് ഞാൻ ചെയ്യുന്നത് കുറേശ്ശെ ഇവിടെ കെട്ടിയേക്കുന്ന കയറിൽ വിരിക്കാൻ പറ്റുന്ന അത്രയും തുണി അങ്ങ് നനച്ചിടുമായിരുന്നു. ബാക്കി ഞാൻ അങ്ങനെ വെച്ചേക്കും. പിന്നെ കഴുകിയിട്ടത് ഉണങ്ങി കഴിയുമ്പം അടുത്തത് നനച്ച് ഇടാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതങ്ങനെ നടക്കാറില്ല. ചിലപ്പം നനയ്ക്കാനായിട്ട് പറ്റിയെന്നൊന്നും വരത്തില്ല കേട്ടോ. അതുകൊണ്ട്
ഞാനിപ്പോൾ ചെയ്യുന്നത് പറ്റുന്നത്ര അങ്ങ് തുണി നനച്ചിടും. വിരിക്കാൻ അത് പറ്റിയില്ലെങ്കിലും ഞാൻ മണ്ടയ്ക്ക് അങ്ങ് നനച്ച് വിരിച്ചങ്ങ് ഇടും കേട്ടോ. എന്നിട്ട് അവിടെ കിടന്ന് വെള്ളം തോരുമ്പോൾ ഞാൻ ഇരിക്കുന്ന ബാക്കിലുണ്ടല്ലോ, അവിടെ നമ്മുടെ ബെഡ്റൂമാണ്, അവിടെ നമ്മൾ കിടക്കാറൊന്നുമില്ല. നമ്മൾ കൂടുതൽ ഹാളിലും അപ്പുറത്തെ നീലൂസിൻ്റെ റൂമിലും ഒക്കെയാണ് കിടക്കുന്നത്. അപ്പം ഈ ഒരു റൂമിൽ കുറച്ച് കയർ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇവിടുന്ന് വെള്ളം തോർന്നു കഴിയുമ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് അതിനകത്ത് കൊണ്ടിടും. അപ്പോൾ അവിടെ കിടന്നങ്ങ് ഉണക്കോളും. ബാക്കി തുണികളെല്ലാം ബാക്കി വിരിക്കാനുള്ളതെല്ലാം ദാ ഇവിടോട്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്താണെങ്കിലും നല്ല രീതിയിൽ കാറ്റടിക്കും കേട്ടോ. പക്ഷേ കതവൊന്നും തുറന്നിടാനായിട്ട് എനിക്ക് പറ്റാറില്ല. കാരണം വെയിലിൻ്റെ ചൂട് കൊണ്ട് കതവ് തുറന്നിടാൻ പറ്റത്തില്ല. കാറ്റടിക്കുമ്പോഴാണെങ്കിൽ കതവുകൾ ഇങ്ങനെ വന്നിട്ട് പടോന്ന് അടിക്കും. അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓണറോട് സമാധാനം പറയണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ തുറന്നിടാറില്ല കേട്ടോ. ഇതിപ്പോൾ വൈകിട്ടൊരു 3:30 ആയിട്ടുണ്ട്. 3:30ക്കാണ് ഞാൻ തുണി നനയ്ക്കാനായിട്ട് ഇറങ്ങി വന്നത്. അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഇളം വെയിലായതുകൊണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ആ വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വെയിൽ കൊള്ളട്ടെ. ഇടയ്ക്ക് വെയിൽ മങ്ങും, മഴക്കോൾ വരും, പിന്നെ ആ മഴക്കോൾ മാറുമ്പോൾ വെയിൽ തിരിച്ച് വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ പത കാണുന്നത് ഞാൻ കംഫർട്ട് ഒഴിച്ചതാണ്. 2 വെള്ളത്തിൽ ഞാൻ കംഫർട്ട് ഒഴിച്ചിട്ടാണ് തുണി മുക്കി പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത്രയും നീലൂസിൻ്റെ തുണികളാണ് ആദ്യം ഞാനങ്ങ് കഴുകി വെച്ചത്. ചെറിയ തുണികളാണ് കഴുകാൻ പാടെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കുട്ടികളുടെ തുണികൾ. പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് നീലൂസിൻ്റെ തുണികൾ കഴുകാനായിട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ തുണികളെന്ന് പറഞ്ഞാൽ കുറച്ച് വലുതല്ലേ, അത് വലിയ തുണിയായതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ആ തുണികൾ കഴുകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നീലൂസിൻ്റെ തുണികൾ ആദ്യമേ അങ്ങിരുന്ന് കഴുകും കേട്ടോ. പിന്നെ രണ്ടാമതാണ് എൻ്റെ ചേട്ടായിയുടെയും തുണികൾ കഴുകുന്നത്. അങ്ങനെ ആ തുണിയെല്ലാം കഴുകി. ഇനി ഇതാ ഇപ്പുറത്ത് ഈ ബക്കറ്റിലിരിക്കുന്ന തുണി കണ്ടോ, ആ തുണി അത്രയും കഴുകാനുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് സമയമില്ല. ഇനിയിപ്പം വിളക്കൊക്കെ കത്തിക്കണം, കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കണം. അതുകൊണ്ട് അതും കൂടി കഴുകാനായിട്ടുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നാളെ മഴയാണെങ്കിൽ ബാക്കി ഇരിക്കുന്ന ബക്കറ്റിലിരിക്കുന്നത് നനയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഈ തുണികൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇനി എന്താ പറയുക, ബാക്കി ഇരിക്കുന്നത് നനയ്ക്കാനായിട്ട് പറ്റൂ. അകത്ത് വിരിച്ചിട്ടാലും ഇത്രയും തുണികൾ അകത്തും പുറത്തുമായിട്ട് വിരിച്ചിടുമ്പോൾ എന്തായാലും സ്ഥലം തികയത്തില്ല. ഇത്രയും തുണികളുള്ളതുകൊണ്ട് സ്ഥലം തികയത്തില്ല. അതുകൊണ്ട് ഇനി എന്നാണ് ഈ തുണി നനയ്ക്കാൻ ഇനി എത്ര ദിവസം എടുക്കും എന്നൊക്കെ തമ്പുരാനറിയാം. അപ്പോൾ അത് പെട്ടെന്നങ്ങ് ബാക്കിയെല്ലാം അങ്ങ് ഞാൻ നനച്ചിട്ടിട്ട് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. നല്ല രീതിയിൽ ഇവിടെ ഇരിക്കാൻ നല്ല സുഖം കേട്ടോ. പക്ഷേ ചില സമയത്ത് കൊതുകുകളും വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് മടിയില്ലാതെ ജോലി ചെയ്യുന്നൊരു വ്യക്തി എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ചിലപ്പം നല്ല ആക്റ്റീവായിട്ട് ക്ഷീണമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ക്ലീനിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാതെ എനിക്കും ഉണ്ട് മറ്റുള്ളവരെ പോലെ മടിയും കാര്യങ്ങളും ഒക്കെ എനിക്കും ഉണ്ട്. എന്നാലും മടിയാണെങ്കിലും എനിക്കങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ ഞാൻ എത്ര മടിയാണെങ്കിലും അത് എങ്ങനെയെങ്കിലുമൊക്കെ വൃത്തിയാക്കാറുണ്ട് കേട്ടോ.